ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ലോസ്, പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂന്നാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതിൽ ആദ്യമായി പറയുന്നത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പോളിസീസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തത് ദ ജുവൽ ആൻഡ് ജസ്റ്റിസ് ആക്ട് 2015. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ദ ക്രിമിനൽ ലോ ആക്ട് 2013. ഇത് 1973 ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ ഭേദഗതി ചെയ്തതാണ്. ഇത് സെക്ഷൽ ഒഫൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. ബാൽ രക്ഷ ഭാരത് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഈ ബാൽ രക്ഷ ഭാരത് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സുമായി കൂടിച്ചേർന്നുകൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഈ സ്ട്രീറ്റ് സിറ്റുവേഷനിൽ ജീവിക്കുന്ന കുട്ടികൾക്കുള്ള സംരക്ഷണമാണ് അവരുടെ ലക്ഷ്യം. ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഈ സ്ട്രീറ്റിലുള്ള കുട്ടികൾക്കുള്ള പുനരധിവാസം, അതുപോലെ അവർക്ക് വേണ്ട ആധാർ കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ്, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതുപോലെ മെഡിക്കൽ സപ്പോർട്ട്, അതുപോലെ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ SOP പ്രവർത്തിക്കുന്നത്. ഇത് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റത്തെ 2 വർഷം ഡൽഹിയിലുള്ള 50,000 കുട്ടികൾക്ക് ആധാർ കാർഡ് നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുട്ടികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ അവർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, ചൈൽഡ് മാരേജ്, അതുപോലെ ട്രാഫിക്കിംഗ്, അതുപോലെ അവർക്കെതിരെയുള്ള ചൂഷണം, ചൈൽഡ് ലേബർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ പ്രത്യേകം ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. ഇവർ സ്കൂളിന് പുറത്തുള്ള സ്ട്രീറ്റിലുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്തിയിട്ട് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഒരു ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള മേധാവികളോട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഈ ചൈൽഡ് റൈറ്റ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഉണ്ട്, അവർക്ക് നിയമം അനുസരിച്ച് അവിടെ കുട്ടികളുടെ സംരക്ഷണം കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഈ ബാൽ രക്ഷ ഭാരത് വർക്ക്സ് ഇവർ കുട്ടികളെ നിരവധി പ്രശ്നങ്ങളിൽ നിന്ന്, അവർക്കെതിരെയുള്ള അബ്യൂസ്, അതുപോലെ ചൂഷണം, ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടുള്ള അക്രമങ്ങൾ, ഇതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ ഗവൺമെൻറ്റേതര സംഘടനകൾ ഇന്ത്യയിലെ പ്രാന്തപ്രദേശങ്ങളിൽ, സിറ്റികളിൽ നിന്നൊക്കെ അകലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ അടുത്ത് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ അവർക്കെതിരെയുള്ള ചൂഷണങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഓൺലൈൻ വഴിയുള്ള സംഭാവനകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് NCPCRനെ കുറിച്ചാണ്. ദ കമ്മീഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005. ദ നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന ഒരു അതോറിറ്റിയെ 2007 നിയമിക്കുകയുണ്ടായി. ഈ NCPCRനെ ഈ ആക്ട് 2005 ഇറങ്ങിയ ആക്ട് നിയമിച്ചത് കുട്ടികൾക്കെതിരെ, ഇന്ത്യയിലുടനീളം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ അതിന് തടയുക, അതുപോലെ അവരുടെ സംരക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കമ്മീഷൻ കുട്ടികളുടെ എല്ലാ നിയമവും, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോളിസികളും പ്രോഗ്രാമുകളൊക്കെ അതിൻ്റെ നിയമം അനുസരിച്ച് തന്നെ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഇവരുടെ കുട്ടികളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും വേണം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ബ്ലോക്ക് ലെവലിലൊക്കെ ആയിട്ട് അവരുടെ കുട്ടികളുടെ ക്ഷേമം എങ്ങനെയുണ്ട് എന്ന പഠന പ്രവർത്തനങ്ങൾ, റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി NCPCRൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യലാണ്, പരീക്ഷിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി.
ഇവർ കൊല്ലത്തിലും അതുപോലെ മറ്റുള്ള ഇടവേളകളിലൊക്കെ ഇങ്ങനെ ഇതിനെ പഠിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്കെതിരെയുള്ള ടെററിസം, വയലൻസ്, അതുപോലെ അവർക്ക് എതിരെ വരുന്ന ഡിസാസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് വയലൻസ്, ട്രാഫിക്കിംഗ്, എക്സ്പ്ലോയിറ്റേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാം എന്ന രീതിയിലുള്ള പഠനങ്ങളൊക്കെ അവർ നടത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അപ്പോൾ NCPCRന്റെ ധർമ്മങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, കുട്ടികൾ വല്ല നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ അവർക്ക് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. കുട്ടികൾക്കെതിരെ വല്ല ചൂഷണവും നടക്കുന്നുണ്ടോ എന്നൊക്കെ പഠനം നടത്തി പ്രത്യേക ആവശ്യങ്ങളിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനമായി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിനൊക്കെ റെക്കമെൻഡ് ചെയ്യാനും ഈ NCPCR മുന്നോട്ട്. ഈ ചൈൽഡ് റൈറ്റ്സിന് ആവശ്യമായി അടിയന്തരമായി എന്തെങ്കിലും കാര്യം പുരോഗതി വരുത്താനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ഈ NCPCR സ്വീകരിക്കുന്നു. സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ഗേൾസ് ആക്ട് 1956 നിലവിൽ വന്ന ഒരു നിയമമാണത്. ഇത് ഇമ്മോറൽ പർപ്പസിന് വേണ്ടി കുട്ടികളെയും, ചെറിയ പെൺകുട്ടികളെയും അതുപോലെ വലിയ പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നതിന് എതിരെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു നിയമമാണ്. 1986 ഈ നിയമത്തെ ഇമ്മോറൽ ട്രാഫിക് ആക്ട് എന്ന് പേര് മാറ്റുകയുണ്ടായി. അപ്പോൾ ഈ നിയമം അനുസരിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇമ്മോറൽ ട്രാഫിക്കിന് വിധേയമാക്കുന്നത് ഒരു തെറ്റായി കണക്കാക്കപ്പെടുന്നു. ഇത് കുട്ടികളെയും അതുപോലെ പെൺകുട്ടികളെയും അതുപോലെ ആൺകുട്ടികളെയൊക്കെ ഇമ്മോറൽ ട്രാഫിക്കിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും അതിനെ തടയുന്നതിന് വേണ്ടിയും അതിൽ നിന്നൊക്കെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. ഇനി ഈ ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ ആവശ്യകത എന്താണ്? ഒന്നാമത്തേത്, 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണത അത് നിർത്തലാക്കുക എന്നതാണ് ഒന്നാമത്തേത്. അത് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ ഹ്യൂമൻ ട്രാഫിക്കും അതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ഈ കുട്ടികളും അതുപോലെ പെണ്ണുങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കൊമേഴ്സ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അതിനെ തടയുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. അപ്പോൾ ഈ നിയമപ്രകാരം ആരെങ്കിലും ഈ നിയമത്തിനെതിരായിക്കൊണ്ട് കുട്ടികളെയോ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവർ നിയമത്തിനെതിരെ കുറ്റക്കാരാണ്, അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്ത്യയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം നിയമപരമായിട്ടുള്ള വ്യവസ്ഥ. ഇന്ത്യയിലെ ആദ്യത്തെ കുട്ടികളുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് 2015 പുറത്തിറങ്ങിയ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഇത് 2000 പുറത്തിറങ്ങിയ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറച്ച് ഭേദഗതികൾ വരുത്തിയ ഒരു നിയമമാണ്. ഇനി അടുത്തതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ്. ഇത് കുട്ടികൾക്ക് വേണ്ടി അവരുടെ പ്രൊട്ടക്ഷനും അതുപോലെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് CWC എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം, പബ്ലിക് അവയർനെസ് ആൻഡ് അഡ്വക്കസി. അടുത്തത് ദ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. അപ്പോൾ ഇത് നിലവിൽ വന്നത് 2006 മാർച്ച് 15 UN ജനറൽ അസംബ്ലിയിലാണ്. ഇത് മുമ്പുണ്ടായിരുന്ന UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് ആഗോളതലത്തിൽ മനുഷ്യന്മാരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെന്തെങ്കിലും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെതിരെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെതിരെ പോരാടുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട UN കമ്മിറ്റിയും അതുപോലെ പ്രത്യേക റിപ്പോർട്ടേഴ്സും. CRC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പാർട്ടികൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 18 സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ കൂടിയിട്ടുള്ള ഒരു ബോഡിയാണ് CRC എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് പാർട്ടികൾ ഈ കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുക,
എന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അത് നേരെ നടത്തുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ CRC എന്ന ഈ മെയിൻ ബോഡി നടത്തുന്നത്. അപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ആ നിയമങ്ങൾ നേരെ നടപ്പിൽ വരുത്തുന്നുണ്ടോ, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചില സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ച് റിപ്പോർട്ടേഴ്സിനെ UN നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതൊക്കെ ഈ കുട്ടികളുടെ വെൽഫെയറിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ളതാണ്.